തിരുവനന്തപുരം നഗരത്തിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടന്ന മിന്നൽ പരിശോധനയിൽ 22 പിടികിട്ടാപ്പുള്ളികൾ അടക്കം നിരവധി പേർ പിടിയിലായി. 499 കേന്ദ്രങ്ങളിലും 1000-ലധികം വാഹനങ്ങളിലും നടത്തിയ പരിശോധനയിൽ 51 അബ്കാരി കേസുകളും 2 ലഹരി മരുന്ന് കേസുകളും രജിസ്റ്റർ ചെയ്തു. നഗരസുരക്ഷയുടെ ഭാഗമായുള്ള കർശന പരിശോധന വരും ദിവസങ്ങളിലും തുടരും. ആഷിൻ ഡിയേഗോ നൽകും വിശദാംശങ്ങൾ. ആഷിൻ, വിശദമായിട്ടുള്ള ഒരു പരിശോധനയിലേക്ക് കൂടി കടക്കുമല്ലേ? ശ്രുതി, തീർച്ചയായും കഴിഞ്ഞ ദിവസം തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ കെ കാർത്തിക് നമ്മളോട് പറഞ്ഞിരുന്നതാണ് ഗുണ്ടാവിളയാട്ടം, തലസ്ഥാന നഗരിയിലെ ഗുണ്ടാവിളയാട്ടത്തിന് അറുതി വരുത്തുന്നതിനായി ഒരു ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതിന്റെ ഭാഗമായാണ് ഇന്നലെ രാത്രിയോടുകൂടി ഒരു പരിശോധന നടത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഏതാണ്ട് 500ഓളം സ്ഥലങ്ങളിലാണ് പരിശോധന നടത്തിയിട്ടുള്ളത്. ഈ പരിശോധനയിൽ ക്രിമിനൽ പട്ടികയിലുള്ള 241 പേരെ വിവിധ ഇടങ്ങളിലായി പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ഇതിൽ 51 അബ്കാരി കേസുകളും 2 NDPS കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ലേബർ ക്യാമ്പുകളും ഹോട്ടലുകളും ഉൾപ്പെടെ 500 കേന്ദ്രങ്ങളിലായിരുന്നു മിന്നൽ പരിശോധന. രേഖകളില്ലാത്ത 19 സ്ഥാപനങ്ങൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പരിശോധനയിൽ ഒളിവിലായിരുന്ന നിരവധി പ്രതികൾ പിടിയിലായിട്ടുണ്ട്, അറസ്റ്റിലായിട്ടുണ്ട് എന്നുള്ളതാണ്. നഗരത്തിലെത്തിയ അപരിചിതരായ 289 പേരെ നിരീക്ഷിച്ചു. ഇതിൽ 6 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. 1067 വാഹനങ്ങൾ ആണ് കഴിഞ്ഞ ദിവസത്തെ ഈ മിന്നൽ പരിശോധനയിൽ പോലീസ് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളത്. അതിൽ നിയമലംഘനം നടത്തിയ 124 വാഹനങ്ങൾക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. 543 വാഹന ഉടമകളിൽ നിന്ന് പിഴയും ഈടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് കോടതി പിടികിട്ടാപ്പുള്ളികളെ പ്രഖ്യാപിച്ച 22 പേരെയാണ് ഇന്നലെ നടത്തിയ പരിശോധനയിൽ പോലീസിന് പിടികൂടാനായിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിൽ 9 LP വാറണ്ടുകളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. വരും ദിവസങ്ങളിലും കർശനമായ പരിശോധന തുടരാൻ തന്നെയാണ് കമ്മീഷണർ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ വീണ്ടും മിന്നൽ പരിശോധന നടത്തും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം 499 കേന്ദ്രങ്ങളായി സ്വീകരിച്ചിട്ടുള്ള പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്. അതുപോലെ തന്നെ ഹോട്ടലുകൾ, പബ്ബുകൾ, അങ്ങനെ വിവിധ മേഖലകളായി തിരിച്ചുകൊണ്ടുള്ള പരിശോധനയായിരുന്നു നടന്നത് എന്നുള്ളതാണ്. വരും ദിവസങ്ങളിലും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കൂടി പരിശോധന നടത്തും എന്നുള്ളതാണ് കമ്മീഷണർ അറിയിച്ചിട്ടുള്ളത്. ശ്രുതി.